ഞാൻ ഇന്ന് പാലക്കാട് മൈജിയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി. കൂടാതെ എൻ്റെ അമ്മയ്ക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നർ മുഖ്യം അല്ലേ? നേരെ പോയത് ഷെഫ് ഹൗസിലേക്കാണ്. ഷെഫ് ഹൗസിൽ വന്നിട്ട് അവിടുത്തെ മെനു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതെല്ലാം യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡാണ്. പിന്നെ അതുകൊണ്ട് ഏതായാലും ഒക്കെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഒരു പാഷൻ ഫ്രൂട്ട് മോക്ടെയിലാണ്. പിന്നെ സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെ കുറേ നോക്കി ഫൈനലി ഡിസൈഡ് ചെയ്തത് റോസ്മേരി ചിക്കൻ. റോസ്മേരി ഉണ്ടാക്കുന്ന ചിക്കനെ ആണോ അതോ റോസ്മേരി ഫ്ലേവറുള്ള ചിക്കനാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതെല്ലാം ഓർഡർ ചെയ്തു. കൂടെയുള്ളവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്തു. അപ്പോൾ ഞാനത് ഏതൊക്കെയാണെന്ന് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. ഇനി ഞാനിവിടെ ഇന്നിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, സാധനം വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എന്ന് വിചാരിക്കുന്ന മാതിരി ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്നൊരു തോന്നൽ ചെയ്തൊരു ഹെയർ സ്റ്റൈലാണ്. പക്ഷേ വർക്കൗട്ടായിട്ടോ. എവിടെ ചെന്നാലും നമ്മളായിരുന്നു അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, പറയാതിരിക്കാൻ വയ്യ. ആദ്യമേ തന്നെ വന്നത് മഷ്റൂം ക്രീമി സൂപ്പാണ്. നല്ല അടിപൊളി സൂപ്പായിരുന്നു. നിറയെ ക്രീമും മഷ്റൂമും എല്ലാം ആയിട്ട് കുഴപ്പമില്ല, തന്നെ നല്ലൊരു ഫില്ലിംഗ് ആയി കേട്ടോ. അതിന് ശേഷം വന്നു റോസ്മേരി ചിക്കൻ. അപ്പോൾ റോസ്മേരി ചിക്കൻ വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇത് റോസ്മേരി ഉണ്ടാക്കിയത് കൊണ്ടാണ്, അല്ലാതെ റോസ്മേരി ഫ്ലേവർ അല്ല എന്നുള്ളത്. റോസ്മേരിയുടെ ഫ്ലേവർ തൊട്ടടുത്ത് കൂടെ പോയിട്ടില്ല. KFC ചിക്കൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ശരി, റോസ്മേരി ചിക്കൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് KFC ചിക്കനായിട്ടാണ് എനിക്ക് തോന്നിയത്. റോസ്മേരിയുടെ ഫ്ലേവറൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവർ എന്തുകൊണ്ടാണ് റോസ്മേരി എന്ന് പേരിട്ടതെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ചിലപ്പോൾ റോസ്മേരി ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കും. അടുത്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കിതിൻ്റെ പ്രൊണൗൺസിയേഷൻ പ്രോപ്പറായിട്ട് അറിയില്ല. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് പോലും അറിയാത്തത് കൊണ്ട് ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് കാണിച്ച് തരാം കേട്ടോ. അതാ ഈ ഐറ്റമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കഴിച്ചത്. ഇത് പ്രൊണൗൺസ് ചെയ്യാൻ അറിയുന്നവർ ഒന്ന് പ്രൊണൗൺസ് ചെയ്തോളൂ. അപ്പോൾ ഞാനെങ്ങാനും പ്രൊണൗൺസ് ചെയ്ത് തെറ്റിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഞാൻ തൊട്ട് കാണിച്ചു തന്നില്ലേ. ഇനി ഇതാണ് ഐറ്റം, എൻ്റെ പാഷൻ ഫ്രൂട്ട് മോക്ടെയിൽ. നല്ല അടിപൊളിയായിരുന്നു, അതെനിക്കിഷ്ടമായി. അതുകൊണ്ട് ഞാനത് ഫുൾ കുടിച്ച് തീർത്തു. പിന്നെ 2 കഷ്ണം റോസ്മേരി ചിക്കനും. ഇതായിരുന്നു ഇന്ന് എൻ്റെ ഡിന്നർ. വേറൊന്നും ഞാൻ കഴിച്ചില്ല. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓർഡർ ചെയ്ത ഓരോരോ ഐറ്റമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് ജലപ്പിനോ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് സോൾട്ട്, പിന്നെ കുറച്ച് ചില്ലി, ജലപ്പിനോ, ഓറഞ്ച്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിപൊളി. പാലക്കാട് ഷെയ്നിപുരത്താണ് ഈ ഷെഫ് ഹൗസ് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.